ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺചട്ടിയിൽ അയല ടേസ്റ്റി ആയിട്ട് മുളകിടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 തക്കാളി, 2 പച്ചമുളക്, അര കഷ്ണം വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതക്കിയത്, ഒരു 3 കുരുക്ക് പുളിവെള്ളവും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി നന്നായി ചൂടായതിനു ശേഷം ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ടും ചെയ്യുക. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അര കഷ്ണം സവാള ഇല്ലേ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇളക്കി വഴറ്റുക. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അര കഷ്ണം സവാള ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള മീൻ കറി, അങ്ങനത്തെ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. വളരെ ടേസ്റ്റുമാണ്. നമുക്കൊരു ദോഷവും ഉണ്ടാവില്ല ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അലുമിനിയം ചട്ടിയിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ മീൻ മുളകിട്ടതൊന്നും. കാരണം അലുമിനിയം ചട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ അതിൻ്റെ അടിയൊക്കെ പുള്ളി കുത്തി അതിൻ്റെ കേടൊക്കെ നമ്മളെ വയറ്റിലേക്ക് തന്നെ ആവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മൺചട്ടിയിൽ മാത്രം മീൻ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ സവാള നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേരുവ ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു 3 ചേരുവ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അങ്ങനെ മൂടി വെച്ചാൽ തക്കാളി പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിയായി തന്നെ പരിപാടിയും കഴിയും. അപ്പോൾ ഇതേപോലെ ഒരു 5-10 മിനിറ്റൊക്കെ വെക്കാം. മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ കിട്ടുന്നുണ്ടല്ലോ, നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ മീൻ മുളകിടുന്നതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി അധികം ചേർക്കരുത്. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കുക. അതേപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അപ്പോൾ മുളക് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എരിവിന് വേണ്ടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്തു. പിന്നെ നമുക്ക് പെരുംജീരകം പൊടിയും ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിയും ആഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി മല്ലിപ്പൊടിയിൽ നമ്മൾ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തത്. അതുകൊണ്ട് ഞാനിത് പ്രത്യേകമായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ഷോർട്ടാക്കി വിട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചേരുവകളൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പുണ്ടോക്കെ നോക്കിയിട്ട് എന്താ ആവശ്യമുള്ളതൊക്കെ വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കറിയിലേക്ക് പുളിവെള്ളം മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. ഇനി മൂടി വെച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഞാനിതാ അയില തലഭാഗം മാത്രമാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ വാലിൻ്റെ ഭാഗമൊക്കെ പൊരിക്കാൻ വേണ്ടി കായം തേച്ച് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? ഇതേപോലെ തലഭാഗം മാത്രം ഇട്ടിട്ട് കറിയൊക്കെ. അപ്പോൾ കണ്ടല്ലോ, നമ്മളെല്ലാ മീനുകളും ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ താഴേക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി താഴേക്കാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് നന്നായി തിളപ്പിക്കുക. അപ്പോൾ മീൻ നമ്മൾ ഈ കറിയിലേക്ക് ഇട്ടാൽ കൈകൊണ്ട് ഇളക്കരുത് കേട്ടോ. ഒരു കാരണവശാലും അങ്ങനെ ഇളക്കരുത്, കാരണം മീനൊക്കെ ഉടഞ്ഞു പോകും. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മെല്ലെ ഒന്ന് ഈ ചട്ടി പിടിച്ചിട്ടൊന്നിങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നന്നായി ഒരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി തുറക്കാതെ തന്നെ അടവെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഈ ഒരു മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി അതേപോലെ തന്നെ മൂടി വെക്കാം. ഇനി ആവിയിൽ കിടന്നിങ്ങനെ വേവിട്ടോ, കാരണം ഫ്ലെയിം ഓഫാക്കിയാലും ഈ തിളക്കണത് മാറൂല. മൺചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് മൂടി വെക്കാം. കണ്ടല്ലോ, ഫ്ലെയിം ഓഫാക്കിയിട്ടും തിളക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതേപോലെയാണ് മൺചട്ടിയിൽ നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ മീനൊക്കെ നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഈ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഇത് മൂടി വെച്ചത് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മൾ മീൻ കറി ഉള്ളത്. നല്ല കാണാൻ തന്നെ എന്താ മൊഞ്ച്. അപ്പോൾ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടുകറിയായിട്ട് ഈ മീൻ കറി കൂട്ടി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പത്തിരി, ഓട്ടട അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.